എല്ലാവരുടെയും പെരുന്നാൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. നമ്മളിത് പെരുന്നാൾ തലേ ദിവസമാണ് ഷോപ്പിങ്ങിന് വന്നത്. നമ്മൾ വന്നത് ലുലുവിലാണ് വന്നത്. നമ്മൾ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ നാട്ടിലേക്ക് പോകും. അതുകൊണ്ട് ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങുന്നില്ല. നമ്മൾ വന്നത് നമ്മൾ ലിച്ചി എടുത്തിട്ടുണ്ടായിരുന്നു കുട്ടികൾ. നമ്മൾ എപ്പോഴും സ്ട്രോബെറി എടുക്കും. പക്ഷേ ഇത്തവണ നമ്മൾ നോക്കിയപ്പോൾ സ്ട്രോബെറി ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ലിച്ചി 2-3 കുട്ടികൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പീസ് കേക്ക് ഒരു 3 നമ്മൾ പാർസൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ വീട്ടിൽ പോയി കഴിച്ചപ്പോൾ എനിക്കിതിൻ്റെ ടേസ്റ്റ് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം അതിൽ കേക്കില്ല, പകരം ചോക്ലേറ്റും അതുപോലെ ഇതേ കണ്ടില്ലേ ഇതും പിന്നെ അതുപോലെ ക്രീമും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഈ ഒരു 4 ഡോണറ്റ് എടുത്തിട്ട് നമ്മളത് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അവിടെയൊന്നും ഇതുപോലെ ഡോണറ്റ് കിട്ടില്ല. അപ്പോൾ നമ്മളൊരു 4 എണ്ണം ഇതുപോലെ അവിടെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് 4 എടുത്തു. ഇതിൻ്റെ ഇടയിൽ ഒരാൾ ഇതേ കണ്ടില്ല ട്രോളിയും കൊണ്ട് നിൽക്കുന്നത് എന്തിനാണെന്നറിയോ? അതിൻ്റെ ഇടയിൽ ചോക്ലേറ്റ് ഉണ്ട്. അത് എടുക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അവനെ എടുത്തിട്ട് വന്നപ്പോൾ ഞാൻ അവിടെ തന്നെ വെപ്പിച്ചു. പിന്നെ നമ്മളത് ഈ ഒരു ഒരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ അതും നമ്മൾ ഈ ക്രീം കേക്കും എല്ലാം നമ്മളെല്ലാം പാർസൽ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ കൊണ്ടുപോയി. അങ്ങനെ നമ്മളെല്ലാം പാർസൽ ചെയ്ത് നമ്മളത് ഈ ചിക്കൻ്റെ സെക്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ലിവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വൈകുന്നേരം കറി വയ്ക്കാൻ വേണ്ടി. അതിനിടയിൽ ഈ ഒരു സ്റ്റിക്കുകൾ കണ്ടത്. പക്ഷേ ഇത് എന്തിനാണെന്ന് എനിക്കറിയില്ല. മോള് കണ്ടപ്പോൾ ഇത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് കുറച്ച് അരി വാങ്ങാൻ വേണ്ടി വന്നതാണ്, ബിരിയാണി റൈസ്. അപ്പം നമ്മൾ വാങ്ങിച്ചത് റോസാണ് വാങ്ങിച്ചത്. എപ്പോഴും നമ്മൾ ബസ്മതി റൈസാണ് വാങ്ങിച്ചത്. പക്ഷേ റോസ് നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ മോൾ പുഡിങ് എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ പുഡിങ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴും എടുക്കാറുണ്ട് നമ്മളിത് വന്നിട്ട്. ഇതിന് ഒരെണ്ണത്തിന് വന്നിട്ട് 240 രൂപയാണ്. നല്ല വലിയ ക്വാണ്ടിറ്റിയാണ്, നല്ല ടേസ്റ്റുമാണ്. അത് കഴിഞ്ഞ് നമ്മൾ ന്യൂട്ടല്ലി എടുക്കാൻ വേണ്ടി വന്നു. ഇത്തവണ നോക്കിയപ്പോൾ നല്ല ഓഫർ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 80 രൂപയൊക്കെ അത്രയ്ക്ക് ഒരു ഓഫർ ഉണ്ടെന്നാണ് തോന്നുന്നത്. 80 രൂപയുടെ ഓഫറാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ഈ ഒരു പേസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ പേസ്റ്റ് കണ്ടിട്ട് ഇത് പൊട്ടിച്ചതാന്ന് പറഞ്ഞ ഒരേ വാശി. അങ്ങനെ ഞാനത് പൊട്ടിച്ച് കാണിച്ചു കൊടുത്തു. എനിക്ക് പേടിയായിരുന്നു. ഇനിയിപ്പോൾ അവിടെ നിന്ന് പല്ല് തേക്കുമെന്ന് പറഞ്ഞ് എങ്ങനെയൊക്കെയോ ഞാനത് വാങ്ങിച്ചു ഞാൻ ട്രോളി വെച്ചു. അത് കഴിഞ്ഞ് നമ്മളിത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എന്താ വാങ്ങേണ്ടത് കൊണ്ട് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വാങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. നിറയെ ചോക്ലേറ്റ് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ചോക്ലേറ്റ് ഇല്ലേ, ഇത് ഞാൻ ഒരു 2-3 തവണ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുറേ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഏത് ബേക്കറിയിൽ ഇതുപോലെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആരോ ഇതുപോലെ ഗൾഫിൽ നിന്ന് എന്തോ കൊണ്ടുവന്നിട്ട് ഞാൻ കഴിച്ചതാണ്. പിന്നെ ഞാൻ തപ്പിയിട്ട് എവിടെയും കിട്ടിയില്ല. അങ്ങനെ വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ വാങ്ങിച്ചു തന്നു. പിന്നെ നമ്മൾ ഇത്തവണ സ്ട്രോബെറി കിട്ടാത്തതുകൊണ്ട് ഡ്രൈ സ്ട്രോബെറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് വന്നിട്ട് നമ്മൾ വാങ്ങിച്ചത് 100 ഗ്രാം എത്രയാണ് തോന്നുന്നു 300 രൂപയാണ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനെ വെച്ച് നല്ലത് നമ്മൾ ഫ്രഷ് സ്ട്രോബെറി. ഇത് വലിയ ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കഴിച്ചപ്പം. അങ്ങനെ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളെല്ലാം ബില്ല് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ അത്രയുള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യും. പിന്നെ നമ്മുടെ വീഡിയോസ് ആരും ലൈക്ക് ചെയ്യണില്ല. ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്കും കൂടി ചെയ്യണേ.